വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 ബോൺസ് ഓഫ് ലൈഫിലെ ആദ്യത്തെ ചാപ്റ്ററായ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി കംപ്ലീറ്റ് ആയി നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കതിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. സോ ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കിയാലോ. റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെടുത്ത ഒരു ഭാഗം. പ്രത്യേകിച്ച് ഈ ചാപ്റ്ററിൽ ഭയങ്കര പ്രകൃതി രമണീയമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. മഴ നിന്നു, അങ്ങനെ സൂര്യൻ പുറത്തേക്ക് വന്നു. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ്സ് സ്റ്റുഡ് ഔട്ട്. അവരുടെ താഴെയായിട്ട് ഇളം പച്ച നിറത്തിലുള്ള പാടങ്ങൾ ഇങ്ങനെ എടുത്തു നിന്നു. എഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്. എന്തിനോട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിന്നത്? നല്ല കടും പച്ച കളറിലുള്ള ഫോറസ്റ്റിന് എതിരായിട്ടല്ലേ. ആൻഡ് ദ ഹിൽസ് വർ ബേസ്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. കുന്നുകളോ സ്വർണ്ണ നിറത്തിലുള്ള സൂര്യന്റെ രശ്മികൾ ഇങ്ങനെ കുളിച്ചു നിന്നെന്നാണ് പറയുന്നത് അല്ലേ. ഡു ദിസ് ലൈൻ ക്രിയേറ്റ് എ പിക്ചർ ഇൻ യുവർ മൈൻഡ്. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇത് വെച്ചൊരു പിക്ചർ ഇപ്പം തന്നെ ഉണ്ടാക്കിയില്ലേ? നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിൽ വരച്ചിടാൻ കഴിയുന്നുണ്ടല്ലേ. നിങ്ങൾക്കത് മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ട്. യു മേ അറ്റംപ്റ്റ് ടു ഡ്രോ ദ പിക്ചർ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വന്ന ആ ഒരു ചിത്രം വരയ്ക്കാം കേട്ടോ. അതാണ് ആക്ടിവിറ്റി എ. ഇനി ബി എന്താ നോക്കാം. ഗ്രാനി ആൻഡ് മണി സ്റ്റുഡ് ഓൺ ദ സമ്മിറ്റ് ഓഫ് ദ പീക്ക് ഓൺ ദ വേ ടു നെയിൻ. അവർ നെയിനിലേക്ക് പോകുന്ന വഴിക്ക് അല്ലേ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ദ ലുക്ക് അറൗണ്ട്. അവർ ചുറ്റും നോക്കിയിരുന്നു. മണി ഈസ് റിയലി അമേസ്ഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ദ സീൻ. അപ്പോൾ ഈ മനോഹരമായ കാഴ്ച കണ്ടിട്ട് മണി ഇങ്ങനെ സന്തോഷത്തോടെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇമാജിൻ ദിസ് ഈസ് ദ വ്യൂ. അന്ന് മണി കണ്ട വ്യൂ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മനോഹരമായ വ്യൂ ആണെന്ന് കരുതുക. ദിസ് ഈസ് ഹൗ ഹി ഡിസ്ക്രൈബ്സ് ദ പ്ലേസ് ടു എ ഫ്രണ്ട്. മണി അവൻ്റെ കൂട്ടുകാരനോട് ഈ സ്ഥലത്തെക്കുറിച്ച് എങ്ങനെയാണ് വിവരിച്ചു കൊടുക്കുന്നത് നമുക്ക് കേൾക്കാം. ദ വ്യൂ ഓഫ് ദ സ്നോ കേപ്ഡ് പീക്സ്. പീക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്ഥലം. ഇവിടെ കൊടുമുടി എന്നൊക്കെ പറയാം. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? തൊപ്പി അല്ലേ. അപ്പൊ ഇവിടെ സ്നോ ക്യാപ്ഡ് പീക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ് കൊണ്ട് തൊപ്പി വെച്ചതുപോലെയാണ് പീക്സ് നിൽക്കുന്നത് അല്ലേ. അതിന്റെ ഏറ്റവും കൂർത്ത ഭാഗത്ത് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടാവും. നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? പീക്സ് ഇങ്ങനെ മഞ്ഞിന്റെ തൊപ്പി വെച്ച് നിൽക്കുന്നത് പോലെ. ദ റോക്കി ടെറൈൻ. റോക്കി ടെറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറക്കെട്ടുകളുള്ള ഭാഗം. ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഇൻ ദ റിവർ നിയർ ബൈ വർ ജസ്റ്റ് ബ്രെത്ത് ടേക്കിംഗ്. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന വെള്ളം അല്ലേ. പുഴയിൽ ഇങ്ങനെ തിളങ്ങുന്ന വെള്ളമാണ്. ബ്രെത്ത് ടേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതകരമാണ്. എ ബീം ഓഫ് ലൈറ്റ് കമ്മിങ് ത്രൂ ദ വൈറ്റ് ക്ലൗഡ്സ്. സൂര്യൻ്റെ ഒരു രശ്മി വരുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? വെളുത്ത മേഘങ്ങളിൽ നിന്നും. സ്പ്രെഡ് ഇറ്റ്സ് ബ്രില്യൻസ് ഓൾ അറൗണ്ട്. എന്നിട്ടോ ആ ഒരു വെളിച്ചം ചുറ്റുമെങ്ങും അതിൻ്റെ ആ മഹത്വം, അതിൻ്റെ ആ ഒരു ഭംഗി എല്ലായിടത്തും ചുറ്റും ഇങ്ങനെ പരക്കുകയാണ്. ദ ടോൾ ഡാർക്ക് ഗ്രീൻ ട്രീസ്. നല്ല ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന നല്ല കടുത്ത പച്ച നിറമുള്ള മരങ്ങൾ. സീംഡ് ഗ്ലോയിങ് ടു. അതും ഇങ്ങനെ തിളങ്ങുന്നത് പോലെ തോന്നി ഈ സൺലൈറ്റ് വന്ന് തട്ടിയപ്പോൾ. ദ മിസ്റ്റി മോർണിംഗ് വാസ് ഗിവിംഗ് വേ ടു എ ബ്രൈറ്റർ ഡേ. മിസ്റ്റി മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ് നിറഞ്ഞ ഒരു രാവിലെ ആയിരുന്നു. അതിപ്പോൾ പയ്യെ പയ്യെ എങ്ങോട്ട് പോവുകയാണ്? നല്ല ബ്രൈറ്റായ ഒരു ദിവസത്തിലേക്ക്, തെളിഞ്ഞൊരു ദിവസത്തിലേക്ക് പയ്യെ പയ്യെ മാറുകയാണ്. ദ വാസ്റ്റ് വാലി വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ ഗ്രീൻ ഷെയ്ഡ്സ്. ഇപ്പോൾ ഈ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പരന്ന് കിടക്കുന്ന, വാസ്റ്റ് എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുന്ന, വാലി എന്ന് പറഞ്ഞാൽ താഴ്വര. ഇപ്പോൾ ആ പരന്ന് കിടക്കുന്ന താഴ്വര കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിറയെ ഗ്രീൻ ഷെയ്ഡ്സ് അല്ലെ, പച്ച നിറം കൊണ്ടിങ്ങനെ വണ്ടർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും പച്ചയുടെ പലതരത്തിലുള്ള ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും അങ്ങനെ ഡിഫറെൻ്റ് ആയ ഗ്രീനിൻ്റെ ഷെയ്ഡ്സ് കാണാം. ഓൾ ഓഫ് വിച്ച് വാസ് മെസ്മറൈസിങ്. അതൊക്കെ കണ്ടാൽ എന്താണ്? മെസ്മറൈസിങ് ആണെന്നാണ് പറയുന്നത്. മാസ്മരികമാണെന്നൊക്കെ പറയും അല്ലേ. മെസ്മറൈസിങ് എന്ന് പറഞ്ഞാൽ മാസ്മരികം, അത്ഭുതം, മനോഹരമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മണി ആരോട് പറഞ്ഞത്? ഫ്രണ്ടിനോട്, താൻ കണ്ട കാഴ്ചയെക്കുറിച്ച്. നമ്മുടെ ടാസ്ക് എന്താ? നൗ ലെറ്റ്സ് ലിസ്റ്റ് ദ വേർഡ്സ് ഓർ ഫ്രേസസ് ദാറ്റ് ഹെൽപ്ഡ് മണി ഡിസ്ക്രൈബ് ദ പ്ലേസ് ഇൻ ദ ടേബിൾ ബിലോ. നമുക്കിവിടെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഭാഗത്ത് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓർ ഫ്രേസസ്, രണ്ടാമത്തേതിൽ നൗൺസ് ഡിസ്ക്രൈബ്ഡ്. നൗൺ എന്ന് വെച്ചാൽ എന്താ? ദ നെയിംസ് ഓഫ് പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആളാകാം, സ്ഥലമാകാം, സാധനമാകാം അല്ലേ. നൗൺസ് ഒരു ഭാഗത്ത് എഴുതുക. അതിനെ വിവരിക്കാൻ ഉപയോഗിച്ചത് എന്താണോ അതാണ് ആദ്യത്തെ ഭാഗത്ത് എഴുതേണ്ടത്. ആ പീക്കിന് നമ്മൾ എങ്ങനെയായിരുന്നു വർണ്ണിച്ചത്? ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തത്? സ്നോ ക്യാപ്ഡ് എന്ന് പറഞ്ഞല്ലേ, മഞ്ഞുകൊണ്ടുള്ള തൊപ്പി വെച്ച കൊടുമുടി. ടെറൈൻ. ടെറൈൻ എന്ന നൗണിന് യൂസ് ചെയ്ത ഡിസ്ക്രൈബിംഗ് വേർഡ് റോക്കി. റോക്കി ടെറൈൻ ആണല്ലേ. വാട്ടറോ? ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ക്ലൗഡ്സോ? വൈറ്റ് ക്ലൗഡ്സ്. ട്രീസ് എങ്ങനെയുള്ള ട്രീസാണ് നമ്മൾ പറഞ്ഞത്? ടോൾ ഡാർക്ക് ഗ്രീൻ. വാലിയോ? വാസ്റ്റ് വാലി അല്ലെ, പരന്നു കിടക്കുന്ന താഴ്വരയാണ്. മോർണിംഗ് എങ്ങനത്തെ മോർണിംഗ് ആണെന്നാ പറഞ്ഞത്? മിസ്റ്റി. ഡേ എങ്ങനത്തെ ഡേ ആണ്? ബ്രൈറ്റർ ഡേ. ക്ലിയർ അല്ലേ?
അതിൻ്റെ അടിയിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ദ വേർഡ്സ് ഓഫ് ഫ്രേസസ് വി യൂസ് ടു ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് എ പ്ലേസ് ആർ യൂഷ്വലി ഡിസ്ക്രിപ്റ്റീവ് ആഡ്ജക്റ്റീവ്സ്. നമ്മളൊരു സ്ഥലത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് വിവരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആഡ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി ബി കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ആക്ടിവിറ്റി സിയിലേക്ക് പോകാം. Now let's try to describe the place given below using suitable descriptive adjectives. അപ്പോൾ ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയെ നമ്മൾ വിവരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്കൊരു സ്ഥലം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എഴുതാം. നേരത്തെ മണി ഫ്രണ്ടിനോട് പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് എഴുതാം. സിമ്പിളായി നമുക്ക് എഴുതാമേ. ഇവിടെ കാണുന്നത് എന്താ? ശരിക്കും ഒരു പാടമാണ് അല്ലേ? പച്ച നിറത്തിലുള്ള പാടം കാണാം. ഒരുപാട് മരങ്ങളുണ്ട്, സൺലൈറ്റ് ഉണ്ട്, വെള്ള കളറിലുള്ള ക്ലൗഡുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എഴുതാം. ദ ഫീൽഡ് വാസ് വൈഡ് ആൻഡ് ഗ്രീൻ അല്ലേ? നല്ല വീതിയിൽ പരന്നു കിടക്കുന്ന പാടമാണ്, ഗ്രീൻ കളറിലാണുള്ളത്. സ്ട്രെച്ചിങ് ഫാർ അണ്ടർ ദ ബ്രൈറ്റ് ബ്ലൂ സ്കൈ. ആരുടെ താഴെയായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്? നല്ല തെളിഞ്ഞ നീല ആകാശത്തിനടിയിലായിട്ട് അല്ലേ? അപ്പോൾ ഇവിടെ സ്കൈ എന്നത് ഒരു നൗൺ ആണെങ്കിൽ ഇതിലെ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ഏതാണ്? ബ്രൈറ്റ് ബ്ലൂ. The trees stood tall and leafy. ട്രീസ് എല്ലാം നല്ല ഉയരത്തിൽ ഇലകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. Their tops shining in the warm golden sunlight. ആ ട്രീയുടെ മുകൾ ഭാഗം ഇങ്ങനെ ചൂടോടെ സ്വർണ്ണ നിറത്തിൽ ഉള്ള സൺലൈറ്റ് വന്ന് തട്ടുമ്പോൾ ഇങ്ങനെ തിളങ്ങുകയാണ്. ഇവിടെ സൺലൈറ്റ് എന്നത് നൗൺ ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്താണ്? വാം ഗോൾഡൻ. സോഫ്റ്റ് ഷാഡോസ് ഫെൽ ഓൺ ദ ഫ്രഷ് ഗ്രാസ്. ഈ ട്രീയുടെ സോഫ്റ്റായ നിഴലുകൾ വന്നിട്ട് ഇങ്ങനെ ഫ്രഷായ ഗ്രാസിൽ, താഴെയുള്ള പച്ചപ്പുല്ലിൽ ഇങ്ങനെ വീഴുന്നു. ഷാഡോസ് എന്നത് നൗൺ ആണെങ്കിൽ സോഫ്റ്റ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. ഗ്രാസ് അവിടെ നൗൺ ആകുമ്പോൾ ഫ്രഷ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. മേക്കിംഗ് ദ പ്ലേസ് ലുക്ക് പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. അങ്ങനെ ആ സ്ഥലം കാണുമ്പോൾ നമുക്ക് വളരെ സമാധാനം നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമായി തോന്നുന്നു. അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ആക്ടിവിറ്റി 2ലേക്ക് പോകാം. Granny and Mani returned after their thrilling experience of walking and exploring the surroundings. അവരുടെ അടിപൊളി യാത്രയൊക്കെ കഴിഞ്ഞ് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അവർ തിരിച്ചെത്തി. അറ്റ് ഹോം, വീട്ടിലെത്തിയപ്പോൾ മണി ഷെയർസ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ഹിസ് ഫാദർ ഉണ്ടല്ലേ വീട്ടിൽ. അപ്പോൾ മണി ഈ നടന്ന കാര്യങ്ങളൊക്കെ തൻ്റെ എക്സ്പീരിയൻസ് എല്ലാം അച്ഛനോട് ഷെയർ ചെയ്യുകയാണ്. റൈറ്റ് ദ ലൈക്ലി നറേറ്റീവ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരണമാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് മണി ഈ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം. ഫാദർ, ഡു യു നോ വാട്ട് എ വണ്ടർഫുൾ ഡേ ഐ ഹാഡ് വിത്ത് ഗ്രാനി. അച്ഛൻ അറിയാമോ ഇന്ന് എത്ര വണ്ടർഫുൾ ആയൊരു ദിവസമാണ് എനിക്ക് ഗ്രാനിയോടൊപ്പം ഉണ്ടായത് എന്ന്. വി വെൻറ്റ് ഫോർ എ ലോങ് വാക്ക് അപ്പ് ദ ഹിൽ അല്ലേ? ഞങ്ങൾ മലയുടെ മുകളിൽ വരെ നടന്നു. അറ്റ് ഫസ്റ്റ്, ആദ്യമൊക്കെ ഐ തോട്ട് ഗ്രാനി മൈറ്റ് ഫീൽ ടയേർഡ്. ഞാൻ ഓർത്തു ഗ്രാനിക്ക് വളരെ ക്ഷീണമാകുമെന്ന്. ബട്ട് ഷി വാസ് സോ ആക്റ്റീവ് ആൻഡ് ഹാപ്പി. പക്ഷേ ഗ്രാനി ഭയങ്കര ആക്റ്റീവായിരുന്നു, കൂടാതെ ഭയങ്കര സന്തോഷവതിയുമായിരുന്നു. ഷി ഹെൽഡ് മൈ ഹാൻഡ് ടൈറ്റ്ലി ആൻഡ് വി സ്ലോലി വാക്ക്ഡ് അലോങ് ദ ഫോറസ്റ്റ് പാത്ത്. ഞങ്ങൾ ഫോറസ്റ്റിൽ കൂടെയൊക്കെ നടക്കുകയുണ്ടായി. ആ സമയത്ത് ഗ്രാനി എൻ്റെ കൈകൾ മുറുക്കെ പിടിച്ചു. എന്നിട്ട് ഞങ്ങൾ പതിയെയാണ് അവിടെ നടന്നത്. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് കൂൾ. അവിടെ ഉണ്ടായിരുന്ന ആ എയർ എന്ന് പറയുന്നത് ഭയങ്കര ഫ്രഷും തണുത്തതുമായിരുന്നു. ഐ കുഡ് ഹിയർ ദ ബേർഡ്സ് സിംഗിങ് ഇൻ ദ ട്രീസ്. മരത്തിൽ നിന്നുകൊണ്ട് പക്ഷികൾ പാട്ട് പാടുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു കേട്ടോ. ആൻഡ് ദ സൺലൈറ്റ് മെയ്ഡ് എവറിത്തിങ് ലുക്ക് ഗോൾഡൻ. അവിടെ നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നു. എങ്ങ് നോക്കിയാലും സ്വർണ്ണ നിറമായിരുന്നു കാണുന്നത്. വെൻ വി റീച്ച് ദ ടോപ്പ് ഓഫ് ദ ഹിൽ ദ വ്യൂ വാസ് അമേസിങ്. ഞങ്ങൾ ആ ഹില്ലിൻ്റെ മേലെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമായിരുന്നു. ഐ സോ ദ ഗ്രീൻ ഫീൽഡ്സ്. ഞാൻ നല്ല പച്ച കളറിലുള്ള പാടങ്ങൾ കണ്ടു. ദ ഡാർക്ക് ഫോറസ്റ്റ്, ഇരുണ്ട കാടുകൾ കണ്ടു. ആൻഡ് ദ ഷൈനിങ് ഹിൽസ് ഓൾ അറൗണ്ട്. എങ്ങും തിളങ്ങുന്ന ഹില്ലുകളും കണ്ടു. ദ റിവർ ബിലോ സ്പാർക്കിൾഡ് ലൈക്ക് സിൽവർ. ഞങ്ങളുടെ താഴെ ഉണ്ടായിരുന്ന പുഴ എന്ന് പറയുന്നത് വെള്ളി പോലെ തിളങ്ങുകയായിരുന്നു. ഗ്രാനി സ്മൈൽഡ് ആൻഡ് ടോൾഡ് മീ സം ലവ്ലി സ്റ്റോറീസ് വൈൽ വി റെസ്റ്റഡ് ദെയർ. ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഗ്രാനി നല്ല കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഐ ഫെൽറ്റ് സോ ഹാപ്പി ഫാദർ. എനിക്ക് ഭയങ്കര സന്തോഷമായി അച്ഛാ. ഐ നെവർ തോട്ട് എ വാക്ക് വിത്ത് ഗ്രാനി വുഡ് ബി സോ എക്സൈറ്റിംഗ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഗ്രാനിയുടെ കൂടെ ഉള്ള ഈ ഒരു യാത്ര അല്ലേ ഇത്ര മനോഹരമാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഷീ ഈസ് സോ ബ്രേവ്. ഗ്രാനി ഭയങ്കര ധൈര്യശാലിയാണ് കേട്ടോ. ഐ വിൽ ഓൾവേസ് റിമെമ്പർ ദിസ് ബ്യൂട്ടിഫുൾ വാക്ക്. ഈ മനോഹരമായ യാത്ര അല്ലെങ്കിൽ ഈ നടത്തം ഞാൻ എന്നും എന്നും ഓർക്കും. യു ഷുഡ് ഹാവ് കം വിത്ത് അസ് ഫാദർ. അച്ഛനും ഞങ്ങളുടെ കൂടെ വരേണ്ടതായിരുന്നു. ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അത്രയ്ക്കും നല്ല മനോഹരമായൊരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മണി അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ബിയിലേക്ക് പോകാം അല്ലേ. ദ ഐ സ്പെഷ്യലിസ്റ്റ് കുഡൻറ്റ് ഫോർഗെറ്റ് ഗ്രാനി ആൻഡ് ഹിസ് ഇൻട്രാക്ഷൻ വിത്ത് ഹെർ.
നമ്മുടെ ഐ സ്പെഷ്യലിസ്റ്റിന് അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ ഗ്രാനീനെ പെട്ടെന്ന് മറക്കാൻ വഴിയില്ലല്ലേ. ഹി റീകളക്ട്സ് ദ എൻകൗണ്ടർ ഇൻ ഹിസ് ഡയറി. അന്ന് ഡയറി എഴുതുന്ന സമയത്ത് ഈ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് നമ്മുടെ ഗ്രാനിയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ തിരിച്ചെടുക്കുന്നു. റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഐ സ്പെഷ്യലിസ്റ്റ് എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറി എൻട്രി എഴുതിക്കേ. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. നമുക്ക് എഴുതാം. ഡയറി എൻട്രി എഴുതുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് കറക്റ്റായി എഴുതണം കേട്ടോ. ആദ്യം ഡേറ്റ് എഴുതണം, പിന്നീട് ദിവസം എഴുതണം, അതിനുശേഷം ഡിയർ ഡയറി എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, ഡേയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഡിയർ ഡയറി, ഡയറിയോട് നമ്മൾ പറയുകയാണ്, ഡയറിയോട് ഐ സ്പെഷ്യലിസ്റ്റ് പറയുകയാണ്, ടുഡേ വാസ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ. ഇന്ന് എനിക്കൊരു വളരെ സ്പെഷ്യലായ ദിവസമാണ്. ഐ മെറ്റ് എ വണ്ടർഫുൾ ഓൾഡ് ലേഡി. ഞാനിന്ന് വണ്ടർഫുള്ളായ ഒരു പ്രായമായ സ്ത്രീയെ കണ്ടു. ഷീ വാസ് ഫുൾ ഓഫ് ലൈഫ്, എനർജി ആൻഡ് കോൺഫിഡൻസ്. അല്ലേ, പുള്ളിക്കാരി ആ ഗ്രാനി എന്ന് പറയുന്നത് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഫുൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു എന്നാണ് കേട്ടോ അർത്ഥം. ഐ വാസ് സർപ്രൈസ്ഡ് ടു സീ ഹെർ വാക്കിംഗ് അപ്പ് ദ ഹിൽ വിത്ത് ഹെർ ഗ്രാൻഡ് സൺ മണി. എനിക്ക് ഈ ഗ്രാനിയുടെ കാര്യത്തിൽ ഏറ്റവും സർപ്രൈസ് ആയി തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുന്നും മലയും ഒക്കെ നടന്ന് ആണ് ആരെത്തിയത്? ഈ ഗ്രാനി, ഇത്ര പ്രായമുള്ള ഗ്രാനിയും കൂടെ ആരുണ്ടായിരുന്നു? കൊച്ചുമകൻ മണിയും ഉണ്ടായിരുന്നു. ഐ ഹെൽപ്പ് ഹെർ ചെക്ക് ഹെർ ഐസ്. ഞാൻ ഗ്രാനീനെ കണ്ണുകളൊക്കെ ചെക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഗേവ് ഹെർ ദ റൈറ്റ് സ്പെക്ടിക്കിൾസ്. എന്നിട്ടോ ഞാൻ ഗ്രാനിക്ക് ഏറ്റവും ഉചിതമായ കണ്ണടകൾ കൊടുത്തു. സ്പെക്ടിക്കിൾസ് കണ്ണടയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഷീ ടോക്ക് ടു മീ കൈൻഡ്ലി. എന്നോട് വളരെ കൈൻഡായിട്ടാണ് സംസാരിച്ചത്. ആൻഡ് ഷെയർഡ് സ്റ്റോറീസ് അബൌട്ട് ഹെർ ട്രാവൽസ്. വരുന്ന വഴിക്ക് നടന്ന ഒരുപാട് കഥകളും എന്നോട് പങ്കുവച്ചിരുന്നു. ഐ ഫെൽറ്റ് ഹാപ്പി ടു മീറ്റ് സച്ച് എ ബ്രേവ് ആൻഡ് ചിയർഫുൾ ലേഡി. എനിക്ക് വളരെ സന്തോഷം തോന്നി അത്ര ധൈര്യശാലിയായ, അത്ര ഹാപ്പിയായ ഒരു സ്ത്രീയെ കണ്ടിട്ട്. ഐ വിൽ ഓൾവേസ് റിമെമ്പർ ഹെർ സ്മൈൽ ആൻഡ് സ്പിരിറ്റ്. ഞാൻ എന്തായാലും ആ ഗ്രാനിയുടെ ആ ഒരു ചിരിയും ആ ഒരു ചുറുചുറുക്കുമൊക്കെ എന്നും ഓർത്തിരിക്കും. ദിസ് മീറ്റിംഗ് മെയ്ഡ് മൈ ഡേ ജോയ്ഫുൾ. ഇന്ന് ഞങ്ങൾ തമ്മിലുള്ള ആ കണ്ടുമുട്ടലില്ലേ, അതിന്ന് എൻ്റെ ദിവസത്തെ വളരെ സന്തോഷമുള്ളതാക്കി തീർത്തു. അതിനുശേഷം നമ്മുടെ പേരും കൂടി എഴുതാം. ഇവിടെ നമുക്ക് ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ പേര് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഐ സ്പെഷ്യലിസ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ അവസാനത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഹാവ് യു റീസെൻ്റ്ലി വിസിറ്റഡ് എ ടൂറിസ്റ്റ് സ്പോട്ട്? നിങ്ങൾ അടുത്തെങ്ങാനും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയിരുന്നോ? ഓർ എ പ്ലേസ് ദാറ്റ് കോട്ട് യുവർ അറ്റൻഷൻ വിത്ത് ഇറ്റ്സ് ബ്യൂട്ടി. അതോ അതിൻ്റെ മനോഹാരിത കൊണ്ട് നിങ്ങൾ ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥലത്ത് നിങ്ങൾ പോയിരുന്നോ? ഇപ്പോൾ നിങ്ങളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ, എന്തായാലും എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അറ്റംപ്റ്റ് എ ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ് ഓൺ ദ സ്പോട്ട് യു വിസിറ്റഡ്. അപ്പോൾ നിങ്ങൾ പോയ ആ മനോഹരമായ സ്ഥലത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫാണ് എന്ന് വെച്ചാൽ എന്താ, അവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയാണ് എഴുതേണ്ടത്. നമ്മൾ നേരത്തെ 2 മനോഹരമായ സീനുകൾ വർണ്ണിച്ച് എഴുതിയിരുന്നു അല്ലേ, ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട്. ഇവിടെയും അപ്പോൾ നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ മനോഹാരിത വർണ്ണിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ തരാമേ. ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം, ഐ വിസിറ്റഡ് ദ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഊട്ടി ഇൻ തമിഴ്നാട്. ഞാൻ തമിഴ്നാട്ടിലെ മനോഹരമായ ഊട്ടിയിലാണ് പോയത്. ഇവിടെ സിറ്റി എന്നത് നൗൺ ആവുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് കേട്ടോ. ദ ഹിൽസ് വർ കവേർഡ് വിത്ത് ഗ്രീൻ ടീ ഗാർഡൻസ്. അവിടുത്തെ കുന്നുകളെല്ലാം ഗ്രീൻ ടീ കൊണ്ടിങ്ങനെ, ആ ഗാർഡൻസ് കൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ദ കൂൾ ബ്രീസ് മെയ്ഡ് മീ ഫീൽ ഫ്രഷ് ആൻഡ് ഹാപ്പി. അവിടെ നിന്ന് വന്ന തണുത്ത കാറ്റ് എന്നെ ഫ്രഷാക്കി ഹാപ്പിയുമാക്കി. ദ ടോൾ ട്രീസ് സ്റ്റുഡ് ലൈക്ക് ഗാർഡ്സ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റോഡ്. ആ റോഡിൽ കൂടെ പോകുമ്പോൾ 2 സൈഡിലും കാവൽക്കാർ നിൽക്കുന്ന പോലെ, ഗാർഡുകൾ നിൽക്കുന്നത് പോലെ വളരെ നീളത്തിലുള്ള ഒത്തിരി മരങ്ങളുണ്ടായിരുന്നു. ഐ സോ കളർഫുൾ ഫ്ലവേഴ്സ് ബ്ലൂമിങ് എവ്രിവെയർ. എവിടെ നോക്കിയാലും പല നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതായി കാണാൻ കഴിയുമായിരുന്നു. ദ ബ്ലൂ സ്കൈ ആൻഡ് ദ വൈറ്റ് ക്ലൗഡ്സ് മെയ്ഡ് ദ പ്ലേസ് ലുക്ക് ലൈക്ക് എ പെയിൻറ്റിംഗ്. നീല നിറത്തിലുള്ള ആകാശവും വെള്ള മേഘങ്ങളുമൊക്കെ ആ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രം വരച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിംഗ് പോലെ തോന്നിപ്പിക്കുമായിരുന്നു. ദ ഹോൾ പ്ലേസ് വാസ് പീസ്ഫുൾ ആൻഡ് ക്വയറ്റ്. ആ സ്ഥലം വളരെ പീസ്ഫുൾ ആയിരുന്നു, ക്വയറ്റ് ആയിരുന്നേ, ഒച്ചപ്പാടൊന്നും ഇല്ലാതെ. ഊട്ടി ഇസ് ട്രൂലി എ ഹെവൻ ഓൺ എർത്ത്. ശരിക്കും ഊട്ടി എന്ന് പറയുന്നത് ഈ ഒരു ഭൂമിയിലെ സ്വർഗമാണ് എന്ന് തന്നെ പറയാം. ഇവിടെ നമ്മൾ ഒത്തിരി ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സിറ്റി എന്താണ്? ബ്യൂട്ടിഫുൾ സിറ്റി. ഗാർഡൻസ് എന്താണ്? ഗ്രീൻ ടീ ഗാർഡൻസ്. ബ്രീസ് എങ്ങനെയുള്ള ബ്രീസാണെന്നാണ് പറഞ്ഞത്? കൂൾ ബ്രീസ്. ട്രീസോ? ടോൾ ട്രീസ്. ഫ്ലവേഴ്സോ? കളർഫുൾ ഫ്ലവേഴ്സ്. സ്കൈ എങ്ങനെയുള്ളതാണ്? ബ്ലൂ സ്കൈ. ക്ലൗഡ്സോ? വൈറ്റ് ക്ലൗഡ്സ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ് എഴുതാം. അതുകൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ മുഴുവൻ ആക്ടിവിറ്റിയും നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ആക്ടിവിറ്റിയുമായിട്ട് ഇനിയും കാണാം. താങ്ക്